ഏഷ്യാനെറ്റിലെ ഒരു കിടിലൻ പ്രോഗ്രാം അത് ഒരു വലിയ പ്രോഗ്രാം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അതിന് ടെലികാസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ഏഷ്യാനെറ്റിന്റെ തന്നെ ഒരു വലിയ ഗ്രാൻഡ് ഫംഗ്ഷൻ ആയിരുന്നു തൃശ്ശൂർ വെച്ച് നടന്നത്. അതായത് അനീഷ് ഷാനവാസ് ഒക്കെ ഒരുമിച്ച് നമ്മൾ വീഡിയോസും അതിന്റെ റിഹേഴ്സലും കാര്യങ്ങളും ഒക്കെ തന്നെ ഡാൻസിന്റെ പ്രാക്ടീസിംഗ് ഒക്കെ നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അതില് ഈ പറയുന്ന ബെന്നി, അതോടൊപ്പം തന്നെ നെവിൻ, അനീഷ്, ഷാനവാസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുറേയധികം ഏഷ്യാനെറ്റിലെ തന്നെ സീരിയൽ ആക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ക്രൂ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരാളെ ഞാൻ ശ്രദ്ധിച്ചു. അതായത് ഈ പറയുന്ന തരത്തിലും നമ്മൾ ബിഗ് ബോസ് വിന്നറായിട്ടുള്ള അനുമോളെ മാത്രം അതിൻ്റെ അകത്ത് കണ്ടില്ല. കാരണം ഇവരെയൊക്കെ അതായത് ഇപ്പോൾ അനീഷ് ഷാനവാസ്, ബിന്നി, നെവിനൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ബിഗ് ബോസ് വിന്നറിനെ എന്തുകൊണ്ട് അവർ അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത്? പ്രത്യേകിച്ച് ഇതുപോലുള്ള പ്രോഗ്രാമിനൊക്കെ അനുമോള് പറ്റിയ ഒരു ഗസ്റ്റാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അങ്ങനത്തെ ഒരു ഡാൻസ് കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഉള്ള സംഭവ വികാസങ്ങളൊക്കെ തന്നെയുള്ള ഒരു പ്രോഗ്രാമായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ ഒരു നല്ല രീതിയിലുള്ള കോംബോ ഡാൻസ് ഒക്കെ തന്നെ ഈ അനീഷും ഷാനവാസും തമ്മിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ ടെലികാസ്റ്റിംഗ് ഒക്കെ ഇനിയൊക്കെ തന്നെ ആയിരിക്കാം വരാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ എന്തുകൊണ്ട് അനുമോൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തോന്നൽ. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അനുമോൾ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് വിന്നറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ഈ ബിഗ് ബോസിൽ ഇപ്പോൾ അനീഷ്, ഷാനവാസ്, ബിന്നി, നെവിനെയൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് വിന്നറെ വേണം ആദ്യത്തെ ആ ഒരു ഇത് കൊടുക്കാനായിട്ട്. പക്ഷേ ഇത് അനുമോളെ കൊണ്ടുവന്നില്ല. അതിന് പകരം ഇവരെ എല്ലാം തന്നെ കൊണ്ട്, അതായത് ഏഷ്യാനെറ്റിന് അനുമോളെ അല്ല ഫസ്റ്റ് ഇത് കൊടുക്കുന്നത് ഈ പറയുന്ന രീതിയിൽ അനീഷ്, ഷാനവാസ് അങ്ങനെയുള്ളവർക്കാണ് എന്നുള്ള തരത്തിലോട്ടാണോ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. അതോടൊപ്പം തന്നെയായിരുന്നു ഈ ഐഡിയ സ്റ്റാർസിംഗിൽ അനുമോളെ കൊണ്ടുവന്നപ്പോഴത്തേക്കും നടന്ന സംഭവവികാസങ്ങൾ. അതിലും വിന്നറെ ഒരുമാതിരി ചളമാക്കുന്ന തരത്തിലായിരുന്നു ഏഷ്യാനെറ്റ് ചെയ്ത പരിപാടി എന്ന് പറയുന്നത്. അതായത് ഒരു കോമാളി ഗെയിമൊക്കെ കൊടുത്തുകൊണ്ട് ഏഷ്യാനെറ്റ് അനുമോക്കിട്ട് പണി കൊടുത്ത തരത്തിലാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ അനുമോളിൻ്റെ ഇടയിൽ വിന്നറായിട്ടുള്ള അനുമോളില്ല. പകരം അനീഷുണ്ട്, ഷാനവാസ് ഉണ്ട്, ബിന്നി ഉണ്ട്, നെവിൻ ഉണ്ട്, ഇവരൊക്കെ തന്നെയുണ്ട്. പക്ഷേ വിന്നർ ഇല്ല. ഇവർക്ക് വിന്നറിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ. അല്ല പിന്നെ എന്തോ പറയാന്. ഇതുപോലെ ഒരു വലിയ ബിഗ് പ്രോഗ്രാം തൃശ്ശൂർ നടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് അനുമോളില്ല. ബാക്കി ഉള്ളവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർ ആ പ്രോഗ്രാം നടത്തിയിരിക്കുന്നു. അനുമോൾ ഇല്ല എന്ന് പറയുന്നത് ഒരു വിന്നറാണേ. ഇപ്പൊ വിന്നർക്കുള്ള ആ ഒരു ഇതൊന്നും കൊടുക്കുന്നില്ല ഏഷ്യാനെറ്റ്. അപ്പൊ ഏഷ്യാനെറ്റിന് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണോ എന്തോ ഈ അനുമോളെ കൊണ്ടുവരുന്നത് ഇതുപോലുള്ള പ്രോഗ്രാം? സാധാരണ ഇപ്പോൾ ഈ ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് കുറച്ച് നാൾ ഏഷ്യാനെറ്റ് ഈ പറയുന്നത് വിന്നറിനെയാണ് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. പലയിടത്തൊക്കെ വിന്നറിനെ കൊണ്ടുവന്ന് കാണിക്കുന്ന ആ ഒരു ഇതൊക്കെ തന്നെ. പക്ഷേ അനുമോളെ ആ ഒരു ഐഡിയ സ്റ്റാർസിംഗ് കണ്ടാൽ അല്ലാതെ തന്നെയും വേറെ ഒരു തരത്തിലുള്ള ഇതിൽ ഏഷ്യാനെറ്റിൽ കണ്ടിട്ടില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഒരു വലിയൊരു പ്രോഗ്രാം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൽ പോലും അനുമോളില്ല. പക്ഷേ അനീഷുണ്ട്, ഷാനവാസുണ്ട്, ഈ പറയുന്നത് ബിന്നിയുണ്ട്, നെവിനുണ്ട്, ഇവരൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അനുമോൾ മാത്രമില്ല. എന്തായാലും ഏഷ്യാനെറ്റ് അനുമോളെ തേച്ചൊന്നും അറിയത്തില്ല. കപ്പ് കൊടുത്തങ്ങ് വിട്ടു. ആ വഴിക്ക് പൊക്കോളാൻ പറഞ്ഞൊന്നും അറിയത്തില്ല. എന്തായാലും വിന്നറിനെ ഇപ്പം ഏഷ്യാനെറ്റിന് വേണ്ടാന്ന് തോന്നുന്നു. അനീഷിനെ മതിയെന്നാണ് തോന്നുന്നത്. കാരണം അനീഷ് ഐഡിയ സ്റ്റാർസിംഗറിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന രീതിയിൽ അതിലൊരു സീരിയലിന്റെ പ്രോമോ ഷൂട്ട് അത് വേറെ ആരും ചെയ്തിട്ടില്ല. അനീഷും മാത്രം, അനീഷിനെ കൊണ്ട് മാത്രം ഏഷ്യാനെറ്റ് ചെയ്യിപ്പിച്ചു. അത് കുറേ നാൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സീരിയലിന്റെ പ്രോമോയ്ക്ക് വേണ്ടിയിട്ട് അനീഷിനെ കൊണ്ട് ചെയ്യിപ്പിച്ച ആ ഒരു കാര്യം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ ഒരു ഗ്രാൻഡ് ഫംഗ്ഷൻ ആ ഒരു ഇതിൽ അനീഷ്, ഷാനവാസ് ഒക്കെ തന്നെ ഇൻക്ലൂഡ് ആയിരിക്കുന്നു. അപ്പോൾ എനിക്കൊന്ന് ഏഷ്യാനെറ്റ് പൊക്കി പിടിച്ചിരിക്കുന്ന അനീഷയാണ്. വിന്നറായിട്ടുള്ള അനുമോള അല്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും വല്ലാത്തൊരു കൊലച്ചതിയായി പോയി ഏഷ്യാനെറ്റ് ചെയ്തത്. അതൊരു സംശയമില്ല. ഇത് തെറ്റാണ്. അനുമോളടുത്ത് ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല.